നമ്മുടെ സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി. അപ്പോൾ ഒരു നേതാവ് ഒരു വീട്ടിൽ പോയി ഫുഡ് കഴിക്കും, അത് പാത്രങ്ങൾ കഴുകുന്ന വീഡിയോ ഒക്കെ ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിനെ ട്രോൾ ചെയ്ത് പല രീതിയിൽ അതിനെ കൊല്ലുന്നുമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 10 വർഷം നിങ്ങൾ ഭരിച്ചു, ഇപ്പോഴും നിങ്ങൾ പറയുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് വേണോ ചെയ്യണം, പാത്രം കഴുകണോ, പശുവിനെ കുളിപ്പിക്കണോ, വീട് തൂക്കണോ, ഞങ്ങൾ എന്ത് വേണോ തയ്യാറാണ്. ആ ഭരണം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് തിരിച്ചു തരണമെന്നാണ് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 10 വർഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഒരു കൂട്ടം ആൾക്കാർ ആ ശബരിമലയെ കട്ടുമുടിച്ചു. ഇനി അവിടെയുള്ള അയ്യപ്പൻ സ്വർണ്ണമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞങ്ങൾക്കറിയില്ല. പിന്നെ കറുപ്പ് നിറത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് ഞങ്ങളിൽ തീർത്തു. അഭിപ്രായം പറയാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കെട്ടിവെച്ചു. ഇതൊക്കെ നിങ്ങൾ സാധാരണക്കാരായ പൊതുജനങ്ങളോട് ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും വന്ന് ഞങ്ങളുടെ കാലിൽ പിടിക്കുന്നു. 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ വന്നിട്ട് പിന്നെ ഇപ്പൊ കണ്ടാൽ ഭയങ്കര സ്നേഹമാണ്. ചേച്ചി എവിടെ പോയി, കുട്ടികൾ എവിടെ പോയി, വീട് ഇങ്ങനെയാണോ, വീട് പണിയൊന്നും ആയില്ല, അല്ലെങ്കിൽ മഴ പെയ്താൽ നനയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഇത്ര വർഷം ഈ ജനങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു, അന്നൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പോഴൊക്കെ കാണുമ്പോൾ ഞങ്ങളെ പുച്ഛം മാറ്റി ഇറക്കലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം, ഞങ്ങളുടെ കൂടെ സംസാരിക്കാം, ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്തൊക്കെ പ്രഹസനങ്ങളാണ്! എന്തോരം പൈസയാണ് പൊട്ടിക്കുന്നത് നിങ്ങൾ. ഈ ദൂർത്തടിച്ച് കളയുന്ന പൈസ മതി പാവപ്പെട്ട ഒരു ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ. അപ്പോൾ ഓരോ ഓട്ടങ്ങളും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇത് ഞങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. ഈ ഇലക്ഷന്റെ പ്രചാരണം എന്ന് പറഞ്ഞ് കോടികളാണ് ദൂർത്തടിച്ച് കളയുന്നത്. ആ കോടിക്കണക്കിന് കൊണ്ട് പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാം, അവരുടെ ഓട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ എന്നൊരു പാർട്ടിയെ ഞങ്ങൾ വെറുത്തിട്ടില്ല, നിങ്ങളാണ് വെറുപ്പിച്ചത്. നിങ്ങൾ ചെയ്ത അഴിമതി, പിൻവാതിൽ നിയമനം, ഇതൊക്കെ ഞങ്ങൾ നിങ്ങളെ വെറുക്കാനുള്ള കാരണമായി തീർന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക.